ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ IQ7 ലെജൻഡിൻ്റെ ക്യാമറ റിവ്യൂ ആണ് ഗൈസ്. സോ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണാണ്. സോ ഞാനതിൻ്റെ ക്യാമറയെക്കുറിച്ച് ആദ്യം കെയർ പോലും ചെയ്തില്ല. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാം ചെയ്യുമ്പോൾ ഒരു ക്യാമറ റിവ്യൂ ചെയ്യണം. കാരണം ഞാൻ അതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ചെയ്തായിരുന്നു, അൺബോക്സിങ് ചെയ്തു, പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ് ചെയ്തു. സോ നെക്സ്റ്റ് ഒരു ക്യാമറ റിവ്യൂ കൂടി ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ക്യാമറ നോക്കിയപ്പോൾ കിടുക്കൻ ക്യാമറ. ജസ്റ്റ് ഒരു ഗെയിമിംഗ് ഫോണിന് വേണ്ട, ദാറ്റ് മീൻസ് നമ്മൾ ഗെയിമിംഗ് സെൻട്രിക് ഫോൺ വിചാരിക്കും നമ്മൾ ക്യാമറ അത് നമ്മൾ കെയർ ഇല്ല. ബട്ട് കിഡിലോസ്കി ക്യാമറയാണ് ഇതിൻ്റെ ക്യാമറ. ഞാൻ റിയലി അമേസ്ഡ് ആയിരുന്നു. കാരണം ഇതിൻ്റെ UI എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫീച്ചർ റിച്ച് UI കൂടെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ UI തന്നെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കിണ്ണം കാച്ചി ഫീച്ചേഴ്സാണ് ഫുൾ ഉള്ളത് ഗൈസ്. സോ ഈ വീഡിയോ ഞാൻ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയുടെ ഫോട്ടോസ്, റിയർ ക്യാമറയുടെ ഫോട്ടോസ്, ഫ്രണ്ട് ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ, റിയർ ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ, ഫുൾ പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള അബ്സല്യൂട്ട് നിങ്ങളുടെ ക്യാമറയോടുള്ള ഫുൾ ഡൗട്ട്സും കാര്യങ്ങളും മൊത്തമായിട്ട് ക്ലോസ് ചെയ്യുന്ന വീഡിയോ ആണിത്. സോ ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ക്യാമറ എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് 48 MB മെയിൻ ക്യാമറയാണ് വന്നിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്നത് സോണി IMX598 സെൻസറാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ പ്രോപ്പറായിട്ട് OIS നൽകിയിരിക്കുന്ന ഒരു ക്യാമറ. നമുക്കിപ്പോൾ MI11X MI11X Pro നോക്കുവാണെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ EIS ആണുള്ളൂ. പക്ഷേ ഇതൊരു പ്രോപ്പർ OIS ഉള്ള ക്യാമറ. നമ്മൾ വിവോ X60യുടെ സെയിം ക്യാമറയാണ് നമ്മുടെ മെയിൻ ക്യാമറ. 48 MB ഇതും ഫുൾ ഫീച്ചേഴ്സാണ്. ഇതാണ് നമുക്ക് ഡെഡിക്കേറ്റഡ് നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട്. പോർട്രേറ്റിനകത്ത് കുറേ സ്റ്റൈൽ എഫക്ട്സ് കണ്ടത്. ഇതിനെക്കുറിച്ച് ഓരോന്ന് ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അത് ഞാൻ അന്നേരം പറഞ്ഞുതരാം. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഫോട്ടോ മോഡ് നമുക്ക് 20 അത് സൂപ്പർ വൈഡ് ആംഗിൾ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1x 2x നമുക്ക് ടെലിഫോട്ടോ നമുക്ക് ഡെപ്ത്ത് പോർട്രേറ്റ് ഡെപ്ത്ത് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്കൊരു 13 MB f2.5 വരുന്നൊരു ടെലിഫോട്ടോ എന്നത് 2x ഒപ്റ്റിക്കൽ സൂമും അപ് ടു 20x ഡിജിറ്റൽ സൂം പോരാൻ പറ്റിയൊരു ക്യാമറയാണ്. കണ്ടോ, അപ് ടു 20x ഡിജിറ്റൽ സൂം പോകാൻ പറ്റും. പിന്നെ എൻ്റെ വീഡിയോയ്ക്കാണെങ്കിൽ അൾട്രാ സ്റ്റേബിൾ മോഡാണ്. അൾട്രാ സ്റ്റേബിൾ മോഡിൽ ഞാനൊരു വീഡിയോ എടുത്ത് ഞാനിപ്പോൾ സ്റ്റെബിലൈസേഷൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നമ്മൾ അൾട്രാ സ്റ്റേബിൾ മോഡ് ഓൺ ഓഫ്. കണ്ടോ, സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഈവൻ അൾട്രാ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ അതിനകത്ത് മോഡിട്ട് പോകണമെങ്കിൽ നമുക്ക് നോർമലി 48 MB ഡെഡിക്കേറ്റഡ് മോഡ്, പനോരമ, ലൈവ് ഫോട്ടോ നമ്മുടെ ഐഫോൺസിലൊക്കെ എടുക്കുന്ന പോലെ ആ ജസ്റ്റ് ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു സെക്കൻഡ് ബാക്കിലും ഒരു സെക്കൻഡ് ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. അതാണ് നമ്മുടെ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോ സാമ്പിൾസ്, ഫോട്ടോ സാമ്പിൾസ് മൊത്തമായിട്ട് പോകും. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ഹലോ ഗൈസ്, നമുക്ക് IQ7 ലെജൻഡ് ഫ്രണ്ട് ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ പറഞ്ഞാൽ f2.0 16 MB ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് IQ7 വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊരു ക്യാമറ തന്നെയാണ്. അത്യാവശ്യം ഞാൻ ഫോട്ടോസ് എടുത്ത് നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ള ക്യാമറയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹെയറും കാര്യങ്ങളും നമുക്ക് തന്നെ അറിയാം. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ക്യാമറയാണ്. സോ ഇതിൻ്റെ വീഡിയോ സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടാം, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ മൂവി മോഡിലാണ് ഗൈസ് ഇട്ടേക്കണം. സോ ഞാൻ ജസ്റ്റ് ഓടാൻ പോവാണ്. ഓക്കെ ആണ് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഓക്കെയാണ്. ഞാൻ ആക്ച്വലി MI11X വെച്ചിട്ടാണ് ഞാനിപ്പോൾ കമ്പയർ ചെയ്യുന്നത്. ആക്ച്വലി അതാണ് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ MI11Xൻ്റെ ഒരു ക്യാമറ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഇതിന്. ഓക്കെ, സോ നമുക്ക് ബാക്കി ക്യാമറ സാമ്പിൾസ് ഇട്ട് പോകാം.
സോ ഗൈസ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ Iqoo7 ലെജൻഡിൻ്റെ റിയർ ക്യാമറ വീഡിയോ സ്റ്റെബിലൈസേഷൻ ആണ്. നമുക്ക് റിയർ ക്യാമറ വരുന്നത് സോണിയുടെ റിയർ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ 48 MB പ്രോപ്പർ OIS ഉള്ള ക്യാമറ. ഇപ്പോൾ നമ്മുടെ MI11X Pro ഒക്കെ എടുത്ത് നോക്കിയാൽ അതിനകത്തൊരു പ്രോപ്പറായിട്ടുള്ള OIS ഇല്ല, പകരം ഇലക്ട്രിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതായത് EIS ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി MI11Xൻ്റെ ക്യാമറ റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചൊരു സ്റ്റെബിലൈസേഷൻ ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു റിയർ ക്യാമറയിൽ. സോ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് 2 സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്, പിന്നെ അൾട്രാ സ്റ്റേബിൾ. ഞാനിപ്പോൾ അൾട്രാ സ്റ്റേബിളാണ് ഇട്ടിരിക്കുന്നത്. പക്കാ സ്മൂത്താണ് ഗൈസ്. ഞാൻ എക്സ്ട്രീം സ്പീഡിലും ഓടിയാലും സ്മൂത്താണോ എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഓടാൻ പോകാം ഗൈസ്. ഓക്കെ, പക്കയായിരുന്നു. ഞാൻ ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിച്ചൊന്ന് റിട്ടേൺ ഓടാം. ഗൈസ് പക്കയാണ് സ്റ്റെബിലൈസേഷൻ, ഒന്നും പറയാനില്ല. അൾട്രാ സ്റ്റേബിൾ മോഡിലാണ് ഇപ്പോൾ ഇട്ടേക്കണേ. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഇട്ടാലും പക്കയാണ്. സോ പ്രോപ്പർ OIS ഉള്ളായിരുന്നു. സ്റ്റെബിലൈസേഷൻ ആരും ഒന്നും പറയാനില്ല. മാരക സ്റ്റെബിലൈസേഷനാണ് നമുക്ക് Iqoo7ലും 7 ലെജൻഡിലും വരുന്നത്. കാരണം മെയിൻ രണ്ടിൻ്റെയും സെയിം ക്യാമറയാണ് വരുന്നത്. 48 MB പ്രോപ്പർ OIS ക്യാമറയാണ് വരുന്നത്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഇട്ട് പോകാം. അതാണ് നമ്മുടെ ക്യാമറ ആൻഡ് വീഡിയോ സ്റ്റെബിലൈസേഷൻ്റെ വീഡിയോസും ഫോട്ടോസും. സോ ഇതിൻ്റെ ക്യാമറ പട്ടക്കൻ ക്യാമറ, ദാറ്റ് മീൻസ് നമ്മുടെ 48 MB മെയിൻ ക്യാമറ അടിപൊളി, പിന്നെ രണ്ടാമത് വരുന്നൊരു 13 MB ടെലിഫോട്ടോ, പിന്നെ ഒരു 13 MBയുടെ അൾട്രാ വൈഡ് ക്യാമറ, എല്ലാം അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് 48 MBയുടെ ഒരു ഇത് നമ്മുടെ 40 MBയുടെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എന്ന് കാണാൻ ഡീറ്റെയിൽ, കറക്റ്റ ഡീറ്റെയിലിംഗ്, അതിന് മുകളിലേക്ക് നമ്പർ ഒരു വായിക്കാൻ പറ്റും, അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ഉള്ളൊരു പിക്കാണ് വരുന്നത്. പിന്നെ അത് ഓൾറെഡി പല ഫീച്ചേഴ്സ് ഉണ്ട് കേസ്. ഇത് കൂടാണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ മോഡിലിട്ട് നമുക്ക് മാക്സിമം എഫക്റ്റിൽ എടുക്കാൻ പറ്റും. ചിലപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊക്കെ നമുക്ക് ലൈവ് ഫോട്ടോ ഇതൊന്ന് ഞെക്കി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ടോ, ജസ്റ്റ് പ്രിവ്യൂ പോലെ കാണിച്ചു ഞാൻ ജസ്റ്റ് എന്നാണ് കണ്ട ഫോട്ടോ. ജസ്റ്റ് അതിപ്പോൾ ഞാൻ സിറ്റുവേഷൻസിലായ കാരണമാണ് അത് വരുന്നത്. സോ ഗൈസ് നമ്മുടെ 48 MB OIS ഉള്ള ക്യാമറ, പ്രോപ്പർ OIS ഉള്ള ക്യാമറ കാരണം നമ്മൾ ആ ഇമേജ്, ഞാൻ ഇപ്പോൾ MI11Xൻ്റെ ഒരു ക്യാമറ റിവ്യൂ ചെയ്തപ്പോൾ നല്ല സെയിം സിനിമ തന്നെ ഓടി നല്ല ഷെയ്ക്ക് ഉണ്ട്. നമുക്ക് ഇവിടെയൊക്കെ നല്ല ഷെയ്ക്ക് ഉണ്ട്. ഇത് കണ്ടോ, നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഫോണിൻ്റെ ഒരു മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഇഷ്യൂസ് നമുക്ക് കിട്ടുന്നില്ല. പക്ക ഡീറ്റെയിലിംഗ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഓടുമ്പോൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് ദറ്റ് മീൻസ് നമ്മൾ കാണുന്ന വിഷ്വൽ ബ്ലറാവുകയോ അവിടെ ഇഷ്യൂസൊന്നും വരുന്നില്ല. അൾട്രാ സ്റ്റേബിൾ മോഡിൽ കണ്ടോ. നമുക്ക് MI11X വെച്ച് നോക്കുമ്പോൾ നല്ല ക്യാമറ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നി. MI11X ഈവൻ MI11X Pro വെച്ച് നോക്കുമ്പോൾ പോലും ഇതിൻ്റെയാണ് ക്യാമറ കുറച്ചും കൂടെ നല്ലത്. ദാറ്റ് മീൻസ് സ്റ്റെബിലൈസേഷൻ്റെ കാര്യമായിട്ട് പറയണം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാക്രോ മോഡുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ട്, ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് മാക്രോ മോഡ്. ഡെഡിക്കേറ്റഡ് മാക്രോ മോഡല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ അൾട്രാ വൈഡ് ക്യാമറ ഇതിൻ്റെ മാക്രോ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ MI11Xൻ്റെ മാക്രോ ആണ് എനിക്ക് ഇത്രയും കൂടെ ഇഷ്ടപ്പെട്ടത്. 11Xൻ്റെ ആയിരുന്നു. കാരണം ഡെഡിക്കേറ്റഡ് മാക്രോ മോഡലാണ് കുറച്ചും കൂടെ ഇത് കുഴപ്പമില്ല, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. എന്നാലും കുറച്ചും കൂടെ നല്ല ഇച്ചിരി കൂടെ ഷാർപ്പാണ് MI11Xൻ്റെ ക്യാമറ വരുന്നത്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ മോഡ്സ് ഉണ്ട്. ബൊക്കെ മോഡ്, ഇത് കണ്ടോ നല്ല പക്ക ഡീറ്റെയിൽ ആയിരിക്കും. ഞാനിത് കണ്ടോ. പിന്നെ നമുക്ക് പല പോർട്രേറ്റ് മോഡ്സ് തന്നെ പല എഫക്റ്റിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. പോർട്രേറ്റ് ഫിലിം തന്നെ പല എഫക്ട്സിൽ എടുക്കാൻ പറ്റും. അങ്ങനെ നിറച്ചും ഫീച്ചേഴ്സ്. ദാറ്റ് മീൻസ് ഒരു ഗെയിമിംഗ് സെൻട്രിക് ഫോണിന് വേണ്ടതിൻ്റെ അപ്പുറം. ദാറ്റ് മീൻസ് ഞാൻ ആദ്യമായിട്ട് നോക്കിയപ്പോൾ തന്നെ ജസ്റ്റ് ഓക്കെ ക്യാമറ ആയിരുന്നു. റിയലി കിടുക്കൻ ക്യാമറ. Vivo X60 എന്ന് പറഞ്ഞ ക്യാമറ കാരണം ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഈവൻ ഫ്രണ്ട് ക്യാമറ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫ്രണ്ട് ക്യാമറയാണ് കിട്ടുന്നത്. കണ്ടോ, അത്യാവശ്യം ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 16 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. f2.2 അപ്പേച്ചറാണ് നമുക്ക് ഇത് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുമ്പോൾ എന്താണ് ഫ്രണ്ട് ക്യാമറ ഷോട്ട്സ് എല്ലാം പക്കയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. സോ ഇതിൻ്റെ ക്യാമറയ്ക്ക് ഞാൻ അത്യാവശ്യം ഒന്നും ഒരു നെഗറ്റീവ് പോയിൻ്റ് ആയിട്ട് പോലും എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല. അത്രയ്ക്ക് അടിപൊളി ക്യാമറ. ദാറ്റ് മീൻസ് ആ 40K സെഗ്മെൻറ്റിൻ്റെ ആയിട്ട് ക്യാമറ, അല്ലാണ്ട് ഞാൻ ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ടിയർ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ടല്ല ക്യാമറ. ആ ഒരു സെഗ്മെൻറ്റിൽ കൊള്ളാം, അടിപൊളി ക്യാമറ. ഒരു ഈവൻ ഗെയിമിംഗ് സെൻട്രിക് ഫോണായിട്ട് പോലും അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഗൈസ് നമ്മുടെ Iqoo7ൻ്റെ ക്യാമറ റിവ്യൂ. ഞാനൊരു പ്രോപ്പർ റിവ്യൂ ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ഫോൺ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരാഴ്ച ആകും പോകണു, ഒരു 5 ദിവസമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു പ്രോപ്പറായിട്ട് റിവ്യൂ, കാരണം യൂസ് ചെയ്തിട്ട് ഞാൻ ഗെയിമിംഗ് ക്യാമറാസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പ്രോപ്പർ റിവ്യൂ ചെയ്യും. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, PUBGയും കോൾ ഓഫ് ഡ്യൂട്ടി വെച്ചിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് സെറ്റിങ്സിൻ്റെ, പിന്നെ അത് മാത്രമല്ല അൺബോക്സിങ്, പിന്നെ നമ്മുടെ നോർമലി വീഡിയോസും ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഇപ്പോൾ ചെയ്ത ക്യാമറ റിവ്യൂ. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് റിവ്യൂ ഇട്ട് വരാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഗൈസ് ഫോർ ദ ക്യാമറ റിവ്യൂ. താങ്ക് യു.